നമസ്കാരം. നമസ്തേ. വിമാനവാഹിനി കപ്പലുകളുടെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആധുനിക യുദ്ധത്തിൽ അതിൻ്റെ പ്രാതിനിധ്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവശ്യകത വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ അതിൽ നിന്നും മാറിയങ്ങാണ്ട് ഡ്രോണിലോട്ട് വരുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പം എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത? മറ്റ് രാജ്യങ്ങൾ കമ്പയർ ചെയ്യുമ്പം ഇന്ത്യ എത്രത്തോളം മുമ്പിലാണ്? ഏതൊക്കെ രാജ്യങ്ങൾക്കാണ് നിലവിൽ ആ ടെക്നോളജി ഉള്ളത്? വിമാനവാഹിനി കപ്പലുകളുടെ പ്രസക്തി ഈ കാരിയർ കില്ലർ ബാലിസ്റ്റിക് മിസൈലുകൾ, അതുപോലെ തന്നെ ഹൈപ്പർസോണിക് മിസൈലുകൾ, ഇതിൻ്റെയൊക്കെ വികസനത്തോടുകൂടി വിമാനവാഹിനി കപ്പലുകളുടെ പ്രസക്തി പതുക്കെ ഇല്ലാതായിട്ട് വരികയാണ്. കാരണം ഒരു വിമാനവാഹിനി കപ്പല് എത്രയോ ബില്യൺ ഡോളറുകൾ ചെലവഴിച്ചാണ് ഒരു വിമാനവാഹിനി കപ്പൽ ഉണ്ടാക്കുന്നത്. അത് ഒരൊറ്റ മിസൈൽ കൊണ്ട് തകർത്ത് കളയുക എന്ന് പറയുന്നത് ആലോചിക്കാൻ കൂടി വയ്യ. അങ്ങനെ വരുമ്പോൾ വിമാനവാഹിനി കപ്പലുകളോടൊപ്പം പുതിയ ഒരു സംവിധാനത്തെക്കുറിച്ച് ലോകം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അമേരിക്ക, ചൈന, അതുപോലെ റഷ്യ, പിന്നെ ഏറ്റവും ഒടുവിൽ തുർക്കി, ഇവരൊക്കെ തന്നെ ഈ ഡ്രോൺ കാരിയർ ഷിപ്പുകളെ കുറിച്ചിട്ടുള്ള ഡ്രാഫ്റ്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയും ഇക്കാര്യത്തിൽ ഒട്ടും പിന്നിലല്ല. ഇന്ത്യ ഡ്രോൺ കാരിയർ ഷിപ്പുകൾ, മദർ ഷിപ്പുകൾ ഉണ്ടാകാനുള്ള ശ്രമം വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ പദ്ധതി മുന്നോട്ട് പോവുകയാണ്. ഒരുപക്ഷെ 5-6 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യയുടെ ആദ്യത്തെ ഡ്രോൺ കാരിയർ ഷിപ്പ് പ്രത്യക്ഷപ്പെട്ടാലും അത്ഭുതപ്പെടാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വിമാനവാഹിനി കപ്പലുകൾ പൂർണ്ണമായിട്ട് ഇല്ലാതാവുമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ വിമാനവാഹിനി കപ്പലുകൾ മുന്നോട്ട് നീങ്ങണമെങ്കിൽ അതോടൊപ്പം ഈ ഡ്രോൺ കാരിയർ ഷിപ്പുകളും ഉണ്ടാകും. ഒരു വിമാനവാഹിനി കപ്പലിനോടൊപ്പം 3-4 അല്ലെങ്കിൽ 5 ഡ്രോൺ കാരിയർ ഷിപ്പുകളും അടങ്ങുന്ന, പിന്നീട് ഡിസ്ട്രോയറുകളും കോർവെറ്റുകളും ബോട്ടുകളും ഒക്കെ അടങ്ങുന്ന ഒരു നാവിക വ്യൂഹമായിരിക്കും വരും ദിവസങ്ങളിൽ യുദ്ധമുന്നണിയിലേക്ക് നീങ്ങുന്നത്. ഇവിടെ ഈ ഡ്രോൺ കാരിയർ ഷിപ്പുകളിൽ എല്ലാ തരത്തിലുള്ള ഡ്രോണുകളും ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. അത് കൂടുതലും വെർട്ടിക്കൽ ലാൻഡിങ് ആൻഡ് ടേക്ക് ഓഫ്, അങ്ങനെ അതിന് കഴിയുന്ന ഡ്രോണുകളായിരിക്കും. അതായത് ചില ഡ്രോണുകൾ വിമാനം പോലെ തന്നെയാണ് ടേക്ക് ഓഫ് ചെയ്യുന്നത്. ഇപ്പോൾ പ്രഡേറ്റർ ഡ്രോണൊക്കെ അതൊരു വിമാനം പോലെ റൺവേയിലൂടെ മുന്നോട്ട് ഓടിപ്പോയിട്ടാണ് അത് ടേക്ക് ഓഫ് ചെയ്യുന്നത്. ഇറങ്ങുന്നതും അതുപോലെ തന്നെയാണ്. പക്ഷേ ഈ വെർട്ടിക്കൽ ലാൻഡിങ്ങും ടേക്ക് ഓഫ് സംവിധാനമുള്ള ഈ ഡ്രോണുകൾ ഒരു ഹെലികോപ്റ്റർ പോലെ തന്നെ മുകളിലോട്ട് പറന്നു പോകുകയും അതുപോലെ തന്നെ പറന്നിറങ്ങുകയും ചെയ്യും. ഇത് പൊതുവിടത്തിൽ ലഭ്യമായിട്ടുള്ള വിശദാംശങ്ങൾ അനുസരിച്ച് ഒരു ഡ്രോൺ കാരിയർ ഷിപ്പില് ഈ ISR ഡ്രോണുകൾ, അതായത് ഇന്റലിജൻസ്, സർവൈലൻസ്, റെക്കോണിസൻസ് എന്ന് പറയുന്ന വിവരശേഖരണത്തിനുള്ള ഡ്രോണുകൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഒരു തരം ഡ്രോണുകൾ അതിലുള്ളത് ഈ മീഡിയം ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസോ അല്ലെങ്കിൽ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡുറൻസോ ഉള്ള കോമ്പാറ്റ് ഡ്രോണുകൾ, ആക്രമിക്കുന്ന മിസൈലുകൾ ഘടിപ്പിച്ച ഡ്രോണുകൾ അതുണ്ടാകും. പിന്നെ സൂയിസൈഡ് ഡ്രോണുകൾ, അതായത് ലക്ഷ്യസ്ഥാനത്ത് ചെന്ന് ഇടിച്ചിറങ്ങി പൊട്ടിത്തെറിക്കുന്ന സൂയിസൈഡ് ഡ്രോണുകൾ, സ്വാം ഡ്രോണുകൾ, അതായത് ഒരു കൂട്ടമായിട്ട് പോയിട്ട് ഒരു 20-30 ചെറിയ ഡ്രോണുകൾ ഒരു കൂട്ടമായിട്ട് പോയിട്ട് ലക്ഷ്യസ്ഥാനത്തെ ആക്രമിക്കുന്ന തരം ഡ്രോണുകൾ. അതും കൂടാതെ ഈ റഡാർ ഘടിപ്പിച്ച ഡ്രോണുകൾ, ഇങ്ങനെ ഉള്ള എല്ലാ തരം ഡ്രോണുകളും ഈ ഒരു മദർഷിപ്പിൽ ഉണ്ടാകും. ഓരോരോ ലക്ഷ്യത്തിനും ഇതിലെ അതാത് കാറ്റഗറിപ്പെട്ട ഡ്രോണുകളായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഇതോടൊപ്പം തന്നെ അൺമാൻഡ് സർഫസ് വർക്കുകൾ എന്ന് പറയുന്ന തരം, അതായത് ഇപ്പോ നമ്മളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ കഴിഞ്ഞ ദിവസം ഒരു അമേരിക്കയുടെ ഒരു ഹെലികോപ്റ്റർ ഇറാൻ വെടിവെച്ചല്ല, ഒരു മിസൈൽ ആക്രമണത്തിൽ തകർത്തു. ആ ഹെലികോപ്റ്റർ തകർന്നപ്പോൾ അതിലുണ്ടായിരുന്ന സൈനികർ വെള്ളത്തിൽ വീണു. അവരെ രക്ഷിക്കാനായിട്ട് എത്തിയത് ഒരു കപ്പലായിരുന്നില്ല, ഒരു അൺമാൻഡ് സർഫസ് വെഹിക്കിളായിരുന്നു. അതായത് വിദൂര നിയന്ത്രിത ഡ്രോൺ പോലെ പ്രവർത്തിക്കുന്ന ഒരു ബോട്ട്. അത് ഒരു ഇന്ത്യക്കാരനായ വ്യക്തി, അമേരിക്കൻ സെറ്റിൽഡ് ആണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കമ്പനിയാണ് ഈ ബോട്ട് നിർമ്മിച്ചത്. അത് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തകളിലൊക്കെ വലുതായിട്ട്
വന്നിരുന്നു. ഇതാണ് അൺമാൻഡ് സർഫസ് വെഹിക്കിൾ എന്ന് പറയുന്നത്. ഈ അൺമാൻഡ് സർഫസ് വെഹിക്കിള് ഇന്റലിജൻസ് ഗാദറിങ്ങിനും ഉപയോഗിക്കാം, കാരണം അതിൽ ക്യാമറകളും മറ്റും ഘടിപ്പിച്ചിരിക്കും. റെസ്ക്യൂ ഓപ്പറേഷൻസിന് ഉപയോഗിക്കാം, ആക്രമണത്തിന് ഉപയോഗിക്കാം, കാരണം അതിൽ ഓട്ടോമാറ്റിക് റൈഫിളുകൾ, മിസൈലുകൾ ഒക്കെ അതിലും കാണും. ചിലപ്പോൾ അതിൽ ഡ്രോണും കാണും. അപ്പോ ഈ അടുത്ത കാലത്ത്, എനിക്ക് തോന്നുന്നു ഒരു 2 മാസം മുമ്പ് ഇന്ത്യയുടെ അൺമാൻഡ് സർഫസ് വെഹിക്കിള് അഹമ്മദാബാദിൽ നിന്നും അത് യാത്ര തിരിച്ചിട്ട് കടലിലൂടെ കന്യാകുമാരി ചുറ്റി അത് കിഴക്കൻ തീരത്തെത്തി, നമ്മുടെ വിശാഖപട്ടണത്തെത്തി. അപ്പോ അത്തരം ആദ്യമായിട്ടാണ് ഇത്രയും ദൂരം സഞ്ചരിക്കുന്ന 100 കണക്കിന് കിലോമീറ്റർ കടലിലൂടെ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഒരു അൺമാൻഡ് സർഫസ് വെഹിക്കിൾ ഇന്ത്യ നിർമ്മിക്കുന്നത്. അപ്പൊ അത്തരം ഒരു നിരവധി അൺമാൻഡ് സർഫസ് വെഹിക്കിള് ഈ ഡ്രോൺ മദർഷിപ്പ് എന്ന് പറയുന്ന ഡ്രോൺ കാരിയറിനോടൊപ്പം ഉണ്ടാകും. അതുപോലെ തന്നെ അണ്ടർ വാട്ടർ അൺമാൻഡ് വെഹിക്കിൾ എന്ന് പറയുന്ന ആളില്ല അന്തർവാഹിനികൾ. ആ അന്തർവാഹിനിയിലും ആള് കാണത്തില്ല. അത് ചുരുക്കി പറഞ്ഞാൽ മനുഷ്യന്റെ സാന്നിധ്യം പല മേഖലയിൽ നിന്നും പതുക്കെ പതുക്കെ മാറുകയാണ്. ഒരുപക്ഷെ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന ആൾക്കാരുടെ എണ്ണമൊക്കെ ഇനി വരും കാലങ്ങളിൽ കുറയും. കാരണം ഇത്തരം നാവികരോ സൈനികരോയുടെ വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെടാതെ അത് മിനിമൈസ് ചെയ്തുകൊണ്ടായിരിക്കും യുദ്ധങ്ങൾ നടക്കുന്നത്. അങ്ങനെ ഒരു അൺമാൻഡ് സർഫസ് ഒരു ഡ്രോൺ കാരിയർ മുന്നോട്ട് നീങ്ങുമ്പോൾ, ഡ്രോൺ കാരിയർ അടങ്ങുന്ന ഒരു നാവിക വ്യൂഹം മുന്നോട്ട് നീങ്ങുമ്പോൾ ആദ്യം ഒരു വിമാനവാഹിനി കപ്പൽ ഏറ്റവും പിറകിലായിരിക്കും. ആദ്യം ഒരു ഡ്രോൺ കാരിയറിൽ നിന്നും ഒരു ISR ഡ്രോൺ മുമ്പോട്ട് പറക്കുന്നു. പറന്നിട്ട് അത് കടലിലെല്ലാം നിരീക്ഷണം നടത്തുന്നു. അങ്ങനെ നിരീക്ഷണം നടത്തിയ ഡ്രോണുകൾ ശത്രുവിന്റെ സാന്നിധ്യമോ, ശത്രുവിനും ഇതുപോലുള്ള അൺമാൻഡ് വെഹിക്കിൾസ് ഒക്കെ ഉണ്ടാവും, യാനങ്ങളുണ്ടാവും. അതിനെക്കുറിച്ചുള്ള വിവരം നമുക്ക് കൺവേ ചെയ്യും. അത് ഇന്റഗ്രേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് അതിന്റെ പിറകെ ആ ഒരു ടാർഗറ്റിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞ അൺമാൻഡ് സർഫസ് വെഹിക്കിൾ ആകാം, അതല്ലെങ്കിൽ അൺമാൻഡ് അണ്ടർ വാട്ടർ വെസലാവാം, ഇതൊക്കെ അങ്ങോട്ട് പോകുന്നു. പിന്നെ അതിനോടൊപ്പം തന്നെ റഡാറുകളും ജാമറുകളും ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ടുള്ള ഒരു ഡ്രോൺ അങ്ങോട്ട് പോകുന്നു. ആ ഇലക്ട്രോണിക് വാർഫെയർ സ്യൂട്ട് ഘടിപ്പിച്ച ഡ്രോണ് ശത്രുവിന്റെ വിമാനങ്ങളെ ആകട്ടെ, ശത്രുവിന്റെ ഡ്രോണുകളെ ആകട്ടെ, അതിനെ ജാമിങ് നടത്തുകയോ സ്പൂഫിങ് നടത്തിയിട്ടോ അതിനെ നിർവീര്യമാക്കും. അതല്ലെങ്കിൽ ഇപ്പോ നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ ആർച്ചർ NG എന്ന് പറയുന്ന ഒരു ഡ്രോൺ ഉണ്ട്. ആ ആർച്ചർ ഡ്രോണില് ഇന്ത്യയുടെ അസ്ത്ര മിസൈൽ വരെ ഘടിപ്പിക്കാനായിട്ടാണ് നമ്മളിപ്പോൾ ശ്രമിക്കുന്നത്. ചുരുക്കി പറഞ്ഞാല് വിമാനങ്ങളുടെ എല്ലാ തരം പ്രവൃത്തികളും ഡ്രോണുകൾ ചെയ്യുന്ന കാലത്തേക്കാണ് നമ്മൾ നീങ്ങുന്നത്. ഇതിനൊന്നും അധിക ദൂരമില്ല. ഞാൻ പറയും 5 തൊട്ട് 10 കൊല്ലത്തിനുള്ളിൽ, 5നും 10നും ഇടയ്ക്ക് കൊല്ലങ്ങൾക്കുള്ളിൽ, ഒരു 7-8 കൊല്ലത്തിനുള്ളിൽ ഇതൊക്കെ യാഥാർത്ഥ്യമാണ്. ആദ്യത്തെ അൺമാൻഡ് സർഫസ് വെസലൊക്കെ ഇപ്പോൾ 2 കൊല്ലത്തിനുള്ളിൽ തന്നെ നേവിയുടെ ഭാഗമാകും. അതുപോലെ തന്നെ അൺമാൻഡ് അണ്ടർ വാട്ടർ വെസൽ. ഈ ഡ്രോൺ കാരിയർ ഒരു 6-7 കൊല്ലത്തിനുള്ളിൽ ഡ്രോൺ കാരിയറും നിർമ്മിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് തൽക്കാലം ഒരു പുതിയ വെസൽ നിർമ്മിക്കാതെ, അതിനുള്ള സമയം കളയാതെ ഇപ്പോൾ ഇന്ത്യയുടെ കൈവശമുള്ള ചില അംഫീബിയസ് അസോൾട്ട് വെഹിക്കിൾ, അസോൾട്ട് വെസൽ, അതുപോലെ തന്നെ ലാൻഡിംഗ് പ്ലാറ്റ്ഫോം, അതായത് ഈ സൈനികരെയും ടാങ്കുകളെയും ഒക്കെ വഹിച്ചുകൊണ്ട് പോയിട്ട് അതിനെ മറ്റൊരു രാജ്യത്ത് കൊണ്ട് ഇറക്കാനുള്ള ലാൻഡിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന വലിയ കപ്പലുകളുണ്ട്. ഏതാണ്ട് ഒരു വിമാനവാഹിനി കപ്പലിന്റെ ഒരു 1/4 ഭാഗത്തോളം വരുന്ന തരത്തിലുള്ള വലിയ കപ്പലുകളാണ്. അപ്പൊ ഇത്തരം കപ്പലുകളെ റീഡിസൈൻ ചെയ്തിട്ട് അതിനെ ഒരു മദർഷിപ്പായിട്ടോ ഡ്രോൺ കാരിയറായിട്ട് മാറ്റാനുള്ള ശ്രമമാണ് ഇന്ത്യൻ നേവി ഇപ്പോൾ നടത്തുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ നെട്രിക് സെൻട്രിക് വാർഫെയർ എന്ന് പറയുന്നത് ഇപ്പൊ ആകാശത്ത് മാത്രമാണ്. അതായത് ഒരു വിമാനം, ഇന്ന് പഴയ കാലത്തെ ഒരു യുദ്ധവിമാനം എന്ന് പറയുന്നത് അത് ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇന്ന് അങ്ങനല്ല. അമേരിക്കയാണ് ഇത്തരം യുദ്ധതന്ത്രം കൊണ്ടുവന്നത്. അതായത് ഒരു വിമാനം ആകാശത്തൂടെ പറക്കുമ്പോൾ അത് പല ഭാഗത്തു നിന്നുള്ള റഡാറുകളുടെയും അതുപോലെ തന്നെ സെൻസർ നെറ്റ്വർക്കുകളുടെയും ഇൻപുട്ട് സ്വീകരിച്ചിട്ട് അതനുസരിച്ചായിരിക്കും അത് പൊസിഷൻ ചെയ്യുന്നത്.
അപ്പൊ 4-5 വിമാനങ്ങൾ ഒരു വ്യൂഹമായിട്ടാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത്. യുദ്ധവിമാനം ഒരെണ്ണമായിട്ടല്ല പോകുന്നത്. ഈ 5 വിമാനങ്ങളും 5 ലക്ഷ്യങ്ങളായിരിക്കും. ഒരെണ്ണം സർവൈലൻസ് ആയിരിക്കും, മറ്റൊരെണ്ണമായിരിക്കും ആയുധം തൊടുത്തുവിടുന്നത്, ഒരെണ്ണം വിദൂരമായിട്ട് നിൽക്കുന്ന ഒരു അവാക്സ് വിമാനമായിരിക്കും. ആ അവാക്സ് വിമാനമായിരിക്കും കൃത്യമായിട്ട് പൊസിഷനും എവിടേക്കാണ് മിസൈൽ പായിക്കേണ്ടതെന്നൊക്കെയുള്ള പ്രാഥമിക വിവരങ്ങളെല്ലാം നൽകുന്നത്. അപ്പൊ അതുപോലൊരു നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയർ കടലിലേക്ക് വരികയാണ്. ഒറ്റ കപ്പലോ ആ കപ്പല് തീരുമാനിക്കുന്ന അനുസരിച്ചല്ല ഇനി യുദ്ധം നടക്കാൻ പോകുന്നത്. ഇനി സർവ്വതും ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമാണ്. ആ നെറ്റ്വർക്കാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അതിൽ മനുഷ്യനില്ലാത്ത ഡ്രോണുകളും അതുപോലെ അൺമാൻഡ് സർഫസ് വെസലും അൺമാൻഡ് അണ്ടർസീ വെസലും ഒക്കെയാണ് കാര്യങ്ങൾ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആയിട്ട് വരുന്നത്. അതിനുശേഷമാണ് മനുഷ്യൻ ഓപ്പറേറ്റ് ചെയ്യുന്ന കപ്പലുകളോ വിമാനവാഹിനികളോ അല്ലെങ്കിൽ വിമാനവാഹിനിയിൽ നിന്നും പറന്നുയരുന്ന വിമാനങ്ങളോ ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നു. എന്തായാലും മാറുന്ന ഒരു ലോകം, ഹോളിവുഡ് സിനിമകൾ ഒക്കെ നമ്മൾ കണ്ടു പരിചയിച്ച അതേ യുദ്ധ സീനുകൾ അത് ഭൂമിയിൽ യാഥാർത്ഥ്യമാവാൻ ഇനി അധിക നാളൊന്നും വേണ്ട എന്നുള്ളതാണ് സത്യം. എന്തായാലും ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ നമുക്ക് ലഭ്യമാകുന്ന മുറയ്ക്ക് കൂടുതൽ വിശകലനങ്ങൾ, അതുപോലെ ഇന്ത്യയുടെ ഈ ഡ്രോൺ കാരിയർ ഷിപ്പിന്റെ പദ്ധതി എത്രത്തോളം പുരോഗമിച്ചു എന്നുള്ള വിശദാംശങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ ഒരിക്കൽ കൂടി നമസ്കാരം.